കഴിഞ്ഞ 11 വർഷമായി പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദി ഇന്ത്യയിൽ വെച്ച് ഇതുവരെയും ഒരു പത്രസമ്മേളനം പോലും നടത്തിയിട്ടില്ല. എന്നാൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപുമായി ചേർന്ന് അമേരിക്കയിൽ വെച്ച് പത്രസമ്മേളനം നടത്തേണ്ട ഗതികേട് മോദിക്കുണ്ടായി. ഈ പത്രസമ്മേളനത്തിൽ വെച്ച് ഒരു അമേരിക്കൻ ലേഖകൻ മോദിയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവം വിവേകമുള്ളവരുടെ നാടായിരുന്ന ഇന്ത്യക്ക് വലിയ അപമാനമാണ് ഉണ്ടാക്കി വെച്ചത്. പ്രധാനമന്ത്രിയായി 11 വർഷം പിന്നിട്ടിട്ടും ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത ഒരേ ഒരു ആളാണ് നരേന്ദ്രമോദി. അതിന് കാരണം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അറിയാത്തവർക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വ്യക്തമായി മനസ്സിലാവും. ഇവിടെ അമേരിക്കൻ ലേഖകൻ ചോദ്യം ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ ആണെങ്കിലും മോദിയുടെ ചെവിയിൽ വെച്ചിരിക്കുന്ന ഇയർഫോണിലൂടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിയിലാണ് മോദി കേൾക്കുന്നത് എന്ന് ആദ്യമേ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മോദിയോടുള്ള ലേഖകന്റെ ചോദ്യം ഇതാണ്. Thank you very much. You and the president, you both spoke about combating ISIS. You both sounded very excited about this partnership upcoming. And I was curious, how much more confident are you with President Trump leading this country that there will be peace through strength and you will have a successful partnership with the United States versus with Biden's incompetence and weakness over the last 4 years? ഞാൻ പ്രധാനമന്ത്രി മോദിയോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളും പ്രസിഡന്റ് ട്രംപും ഐസിസിനെ നേരിടുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇന്ത്യ അമേരിക്ക പാർട്ട്ണർഷിപ്പിൽ വളരെ ഉത്സുകരാണ്. കഴിഞ്ഞ 4 വർഷത്തെ ബൈഡന്റെ കഴിവില്ലായ്മയും ദൗർബല്യവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ട്രംപ് അമേരിക്കയെ നയിക്കുന്നതിനോട് ശക്തമായ നേതൃത്വത്തിന്റെ പിൻബലത്തിൽ സമാധാനമുണ്ടാവും, അതുപോലെ അമേരിക്കയുമായി വിജയകരമായ ഒരു ബന്ധമുണ്ടാവും എന്ന കാര്യത്തിൽ താങ്കൾ എത്രയധികം ആത്മവിശ്വാസത്തിലാണ് എന്നറിയാൻ ഞാൻ വളരെ ജിജ്ഞാസനാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് മോദിയോടാണ്. ആ ലേഖകൻ ആദ്യമേ തന്നെ പറയുന്നത് ഞാൻ പ്രധാനമന്ത്രി മോദിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ്. എന്നാൽ ഇത് കേട്ടിട്ട് മോദി മറുപടി പറയാനാവാതെ പ്രതിമ പോലെ നിൽക്കുകയാണ്. ഇത് ഒരു ഭാഷയുടെ പ്രശ്നമല്ല എന്ന് ഓർക്കണം. കാരണം മോദി ഇത് കേൾക്കുന്നത് ഹിന്ദിയിൽ തന്നെയാണ്. എന്നാൽ മോദിക്ക് ഒന്നും പറയാനില്ല. വായിൽ നിന്നും ഒരു വാക്ക് പോലും വരുന്നില്ല. വെറുതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ട്രംപിന് കാര്യം പിടികിട്ടി. വളരെ നേരം മറുപടി പറയാത്തതിനാൽ മോദിയെ കളിയാക്കി ട്രംപ് ചിരിക്കുന്നത് കണ്ടോ? 5 സെക്കൻഡ് മോദി അവിടെ നിന്ന് ആടുകയാണ്. ട്രംപ് കളിയാക്കി ചിരിക്കുമ്പോഴൊന്നും പിടികിട്ടാതെ ട്രംപിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അതും കേട്ട് അവിടെ ഇരിക്കുന്ന കാഴ്ചക്കാർ ആർത്തലച്ച് കളിയാക്കി ചിരിക്കുന്നു. പിന്നെ ട്രംപ് പുച്ഛത്തോടെ മോദിയുടെ മുഖത്ത് നോക്കി വീണ്ടും കളിയാക്കി ചിരിക്കുന്നു. അപ്പോഴും മോദി ഒരു വിട്ടിച്ചിരി പാസ്സാക്കുകയാണ്. പിന്നെ തലയാട്ടി മോദിക്ക് നേരെ കൈ ചൂണ്ടി ട്രംപ് പറയുകയാണ്, That's your question, but I'll answer it. I agree with you. അത് നിങ്ങളോടുള്ള ചോദ്യമായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് മിണ്ടാൻ അറിയാത്തതിനാൽ ഞാൻ അതിന് മറുപടി പറയാം എന്ന് പറഞ്ഞ് ട്രംപ് മറുപടി പറയുകയാണ്. ആളുകൾ വീണ്ടും ആർത്തലച്ച് ചിരിക്കുന്നു. മോദിയെ കളിയാക്കി ചിരിക്കുന്നതാണ് മോദിയുടെ കഴിവില്ലായ്മയെ, വിവേകമില്ലായ്മയെ പരിഹസിക്കുന്നതാണ് എന്ന് മോദിക്ക് മനസ്സിലായോ എന്ന് സംശയമാണ്. വീണ്ടും അവിടെ നിന്ന് ഇളിക്കുകയാണ് മോദി. ഇതിനുശേഷം ട്രംപ് നൽകുന്ന മറുപടിക്ക് വലിയ പ്രസക്തിയില്ല. എന്നാലും അത് എന്താണെന്ന് ചുരുക്കി പറയാം. Gross incompetence. We're going to have a fantastic relationship, and it has been. Look, the whole world's been set back over the last 4 years by the weakness of the United States, the weak leadership of the United States. But I think we've taken care of it in just 3 weeks. It seems to me that even some of the media that we wouldn't prefer has been writing that this is a much different country right now, that the world has a light over it. Not only our country, but the whole world. I will tell you, we're going to have a fantastic relationship, and it'll make both countries much stronger. ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം ഉണ്ടാവും. ബൈഡന്റെ കഴിവില്ലായ്മയും ദൗർബല്യവും മൂലം കഴിഞ്ഞ 4 വർഷമായി ലോകത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് തന്റെ വിമർശകർ പോലും ആരാധകരായി തീർന്നിരിക്കുകയാണ് എന്നൊക്കെയുള്ള പൊങ്ങച്ചം പറച്ചിലാണ് പിന്നീട് ട്രംപ് നടത്തുന്നത്. മോദിക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു മറുപടി പറയാമായിരുന്നു. തന്നോട് നേരിട്ട് ചോദ്യം ചോദിച്ചിട്ട് ഒന്നും പറയാതെ ഒരു വിട്ടി ചിരിയും ചിരിച്ചു നിന്ന് രാജ്യത്തെ മൊത്തം മാനം കെടുത്തിയിരിക്കുകയാണ് മോദി. ഇന്ത്യയും അമേരിക്കയുമായി
എന്നും വളരെ നല്ല ബന്ധമായിരുന്നു. ഞാനും ട്രംപും തമ്മിൽ വളരെ അടുത്ത ബന്ധമായതിനാൽ, വളരെ അടുത്ത സുഹൃത്തുക്കളായതിനാൽ ട്രംപ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും എന്നൊക്കെ വളരെ ലളിതമായി മോദിക്ക് പറയാമായിരുന്നു. ഏതൊരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും അങ്ങനെ ഒരു മറുപടി പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ചോദ്യമാണ്. എന്തൊരു വലിയ അപമാനമാണ് രാജ്യത്തിന് വരുത്തി വെച്ചത് എന്ന് ഓർക്കണം. വളരെ വലിയ പ്രാസംഗികനാണ്, ഒറേറ്ററാണ് എന്നൊക്കെയാണ് മണ്ടന്മാർ പറഞ്ഞു വരുത്തുന്നത്. എന്നാൽ സത്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു തെളിവ്, അവിടെ ഇരിക്കുന്ന ആളുകൾ മോദിയെ കളിയാക്കി ചിരിക്കുമ്പോൾ മോദിയെ മാത്രമല്ല രാജ്യത്തെ മൊത്തമാണ് അവർ കളിയാക്കി ചിരിച്ചത്.